ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च रूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैवं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी शबानुसुदे देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिने नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योग शिक्षार्थमेक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुदीर्घस्तमहं प्रपद्ये। पंचतत्वात्मकं कृष्णं भक्तरूपा स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्। നമ്മളിന്ന് വായിക്കുന്നത് ചൈതന്യ ചരിതാമൃത മധ്യലീല 9-ാമത് അധ്യായം 261-ാമത്തെ ശ്ലോകം നോക്കാം. श्रवण कीर्तन हईते कृष्ण हय प्रेमा से पंचम पुरुषार्थे रसीमा। ಶ್ರವಣ ಕೀರ್ತನ ಹೈತೆ ಕೃಷ್ಣ ಹಯ പ്രേമാസേ പഞ്ചമ പുരുഷാർത്ഥേര സീമ. അപ്പോ ഇവിടെ സംവാദം ആരായിട്ടാണ് സംസാരിക്കുന്നത്? ചൈതന്യ മഹാപ്രഭു മാധവാചാര്യായിട്ടല്ലേ? തത്വവാദികളായിട്ട് അല്ലെ, മാധവാചാര്യരുടെ പിൻഗാമികളായിട്ടുള്ള അവരെ സ്വതവേ തത്വവാദികൾ എന്നറിയപ്പെടുന്നത് അവരായിട്ടാണ്. അപ്പോ ആ തത്വവാദികൾ പറയണ എന്താണ് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫ്, പരമലക്ഷ്യം, നമ്മുടെ ജീവിതത്തിന്റെ എന്താണ് പരമലക്ഷ്യം ചോദിച്ചപ്പോൾ എന്താണ് അവർ പറയുന്നത്? വർണ്ണാശ്രമം ഫോളോ ചെയ്തിട്ട് ഭഗവാനെ പ്രാപിക്കുക എന്നുള്ളതാണ് അല്ലെ. അതപ്പുമ്പിൽ ദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സ്വാനുതിഷ്ഠസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം. അതിന്റെ ആ ബേസിസിലാണ് അവർ പറയുന്നത്. അതായത് വർണ്ണാശ്രമം നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്താണ്? നമ്മളുടെ ധർമ്മം ഫോളോ ചെയ്യാണ്. അപ്പൊ അത് കൂടെ എന്താണ് നമ്മൾ അറ്റൈൻ ചെയ്യേണ്ടത്? ഭഗവാനെ. അപ്പൊ അതിനാണ് നമ്മൾ വർണ്ണാശ്രമം. ഈവൻ ചൈതന്യ മഹാപ്രഭു രാമാനന്ദറായോട് ചോദിച്ചത് അതാണ്, എന്താണ് ജീവിത ലക്ഷ്യം? അപ്പൊ പറഞ്ഞു വർണ്ണാശ്രമ ധർമ്മം. അപ്പൊ അതൊക്കെ ബാഹ്യമാണ് ആഗ്യകവും അതിലും ഉയർത്തുള്ള തലത്തിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നത് ഇതൊക്കെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊക്കെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്, പ്രോഗ്രസീവ് പാത്താണ്. ദാറ്റ്സ് നോട്ട് അൾട്ടിമേറ്റ്. അത് അതിലേക്ക് എത്താനുള്ള ഒരു വഴി മാത്രമാണ്, ഒരു ഉപാധി മാത്രമാണ്. ദാറ്റ് ഈസ് നോട്ട് ഓൾ ഇൻ ഓൾ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അതാണ് ഇവിടെയും പറഞ്ഞത്. ഭാഗവതം തന്നെ പറയുന്നത്. ആദ്യം ഒരു ബിഗിനേഴ്സിന് യെസ് വി നീഡ് ടു ഫോളോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രസീവ്ലി വി ഹാവ് ടു റീച്ച് ദ അത പുംബിർ ദ്വിജശ്രേഷ്ഠ വർണ്ണാശ്രമ വിഭാഗശ സ്വാനുതിഷ്ഠസ്യ ധർമ്മസ്യ സംസിദ്ധിർ ഹരിതോഷണം എന്നാണ് അവിടെയും പറയുന്നത്. അപ്പൊ അതാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞതിന് ശേഷം ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാസവനം വർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം. പ്രഹ്ലാദ് മഹാരാജിന്റെ കൊട്ടേഷൻ കൊടുത്തു. അപ്പൊ അതിലും ഉയർന്നിട്ടാണ് നമ്മളെ അതിനേക്കാളും മീതെയാണ് എന്നാണ് ശ്രവണ കീർത്തനം എന്നുള്ള പ്രോസസ്സ്.
ശ്രവണ കീർത്തന പ്രോസസ്സ് കൂടെ നമുക്ക് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇവിടെ. ശ്രവണ കീർത്തന ഹൈതേ കൃഷ്ണ ഹയ പ്രേമ സേ പഞ്ചമ പുരുഷാർത്ഥ രസീമ. അപ്പൊ അതുവഴി നമുക്ക് പഞ്ചമ പുരുഷാർത്ഥത്തിൽ എത്താൻ പറ്റും. എന്താണ് പഞ്ചമ പുരുഷാർത്ഥം? കൃഷ്ണപ്രേമം. കൃഷ്ണപ്രേമം. മറ്റേ പുരുഷാർത്ഥം എന്താണ്? ധർമാർത്ഥ കാമമോക്ഷ. ധർമ്മ അർത്ഥ കാമമോക്ഷ. അപ്പൊ സാധാരണ ജനങ്ങൾക്ക് എന്താണ് ധർമ്മ അർത്ഥ കാമമോക്ഷ. പക്ഷെ അതിലും ഉപരിയാണ് പഞ്ചമ പുരുഷാർത്ഥമായിട്ടുള്ള കൃഷ്ണപ്രേമം, അല്ലെ? ഈവൻ ചൈതന്യ മഹാപ്രഭു പറയുന്ന ആരാധ്യ ഭഗവാൻ രജേസ തനയ തദ്ധാമ വൃന്ദാവനം രമ്യ കചിത് ഉപാസന വ്രജവധു വർഗേയ കൽപ്പിത ശ്രീമദ് ഭാഗവതം പുരാണമമലം പ്രേമ പുമാർത്ഥോ മഹാൻ. പ്രേമ പുമാർത്ഥോ മഹാൻ. ഏതാണ് ഏറ്റവും കൂടെ? പ്രേമ പുമാർത്ഥം, അതായത് കൃഷ്ണപ്രേമം. അതാണ് ഈ പഞ്ചമ പുരുഷാർത്ഥത്തില് മഹാൻ. 4 ഉള്ളൂ. 5-ാമത്തെ അതിലും ഏറ്റവും ടോപ്പിലാണ് ഏത്? കൃഷ്ണപ്രേമം. അപ്പോൾ ഈ ശ്രവണ കീർത്തനത്തിലൂടെ നമുക്ക് പഞ്ചമ പുരുഷാർത്ഥത്തിൽ എത്താൻ പറ്റും എന്നാണ് പറയുന്നത്. മറ്റത് 4 ധർമാർത്ഥ കാമമോക്ഷ പുരുഷാർത്ഥം അല്ലെ? അപ്പൊ കൃഷ്ണപ്രേമം കിട്ടണമെങ്കിൽ നമുക്ക് എന്താണ് ശ്രവണ കീർത്തനം എന്നുള്ള പ്രോസസ് കൂടെ വളരെ ഈസി ആയിട്ട് അത് അറ്റൈൻ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. So when one comes to the platform of loving service to Lord Krishna by executing these 9 processes, beginning with hearing and chanting, he has attained the 5th platform of success and the limit of life's goal. അപ്പൊ ആണ് ഹയർ ലിമിറ്റ്. നമ്മുടെ ജീവിത ലക്ഷ്യത്തിന്റെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ആ തലമാണ് കൃഷ്ണപ്രേമം. അതിലേക്ക് എത്താൻ പറ്റും എങ്ങനെ? ശ്രവണ കീർത്തനാദി ഈ പ്രോസസ്സിലൂടെ. So everyone is after success in religion, economic development, sense gratification, and ultimately merging into the existence of God. എല്ലാവരും എന്താണ് ഈ വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് ധർമാർത്ഥ കാമമോക്ഷം. ധർമ്മം ചെയ്യുന്നു അർത്ഥത്തിന് വേണ്ടിയിട്ട്. അർത്ഥം കിട്ടിയാൽ കാമം. കാമത്തിൽ നമ്മളൊരു സാച്ചുറേഷൻ പോയിന്റ് വന്നാൽ അതിൽ തൃപ്തി ഇല്ലാതെ അതൃപ്തി വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് പിന്നെ അവസാനം നമ്മൾ എന്തിലേക്ക് പോകുന്നു? മോക്ഷത്തിനൊക്കെ വേണ്ടി പോകുന്നു, അല്ലെ? സാധാരണ കാമത്തിനൊരു തൃപ്തി വരില്ല. എന്താണ്? അത് 1 കിട്ടിയാൽ 10 വേണം, 10 കിട്ടിയാൽ 100, 100 കിട്ടിയാൽ 1000, അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. എരിയുന്ന തീയില് വീണ്ടും വീണ്ടും നമ്മൾ നെയ്യ് അല്ലെങ്കിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് കാമം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അതൃപ്തി, അതായത് വീണ്ടും വീണ്ടും ഇനിയും വേണം എന്നുള്ളതാണ്. പക്ഷെ വളരെ കുറച്ച് പേർക്കെങ്കിലും അയ്യോ ഇത് എവിടെ എത്തില്ല, അതുകൊണ്ട് എനിക്ക് ഇതിന്ന് പിന്മാറിയിട്ട് ഭഗവാനിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടുമ്പോൾ അത് ഭഗവത് സത്സംഗിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോഴാണ് അവര് മുക്തിയിലേക്ക്. എന്താണ് ആ മുക്തി? അതും ടെമ്പററി ആണ്. എന്താണ്? അൾട്ടിമേറ്റ്ലി മെർജിങ് ഇൻ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ബ്രഹ്മൻ. സോ ദീസ് ആർ ദ ജനറൽ പ്രാക്ടീസസ് ഓഫ് കോമൺ മാൻ. സാധാരണ ജനങ്ങളുടെ ആ ഒരു ഐഡിയ ആണ്, അവരുടെ ഗോളാണ്. ബട്ട് അക്കോർഡിംഗ് ടു ദ സ്ട്രിക്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ദ വേദാസ്, the highest attainment is to rise to the platform of Shravana Kirtanam, hearing and chanting about the Supreme Personality of Godhead. This is confirmed in Srimad Bhagavatam. അപ്പോൾ ഹയർ പ്രിൻസിപ്പിൾ, വേദത്തിന്റെ ഹയർ പ്രിൻസിപ്പിളിന്റെ അനുസരിച്ചിട്ട് നമ്മൾ ശ്രവണ കീർത്തനത്തിൽ കൂടെ ഭഗവാനെ പ്രാപിക്കുക, ഭഗവത് പ്രേമം പ്രാപിക്കുകയാണെന്നുള്ളതാണ്. ഇത് ശ്രീമദ് ഭാഗവതം 1.1.2 പറഞ്ഞിട്ടുണ്ട്. ധർമ്മ പ്രോജിത കൈതവോത്ര പരമോ നിർമത്സരാണാം സദം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം ശ്രീമദ് ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരേരീശ്വരാഃ സദ്യോ ഹൃദ്യവൃദ്ധ്യതേ യത്ര കീർത്തിഭിഃ ശുശ്രൂഷിഭിസ്തത്ക്ഷണാത്. കംപ്ലീറ്റ്ലി റിജക്റ്റിംഗ് all religious activities which are materially motivated. അപ്പൊ വ്യാസദേവൻ 2-ാമത്തെ ശ്ലോകത്തിൽ തന്നെ അങ്ങനെ വളരെ ഹാർഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, വളരെ ഹാർഷായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സാധാരണക്കാർക്ക് ദഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ 2-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കുന്നത്. 1.1.2 അല്ലെ? ആദ്യത്തെ സ്കന്ധം, ആദ്യത്തെ അധ്യായം 2-ാമത്തെ ശ്ലോകത്തിൽ തന്നെ വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, പഞ്ചിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ്? കംപ്ലീറ്റ്ലി റിജക്റ്റിംഗ് ഓൾ റിലീജിയസ് ആക്ടിവിറ്റീസ്
വിച്ച് ആർ മെറ്റീരിയലി മോട്ടിവേറ്റഡ്. അപ്പോൾ ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ ഇതെല്ലാം മെറ്റീരിയലി മോട്ടിവേറ്റഡ് ആണ്. എന്താ പറയുക, ധർമ്മം എങ്ങനെ മെറ്റീരിയൽ മോട്ടിവേറ്റഡ് ആണ്? അടുത്ത നമ്മൾ ധർമ്മം പാലിക്കുന്നത് മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മെറ്റീരിയൽ മോട്ടിവേറ്റഡ്. ധർമ്മം ഭഗവാനെ പ്രാപിക്കാറുണ്ടെങ്കിൽ അത് മെറ്റീരിയൽ മോട്ടിവേറ്റഡ് അല്ല. സാധാരണ ജനങ്ങളെ ധർമ്മം ചെയ്ത് നമ്മളെ സാധാരണ ജനങ്ങൾ നമ്മളൊക്കെ ഇപ്പോഴും ക്ഷേത്രത്തിൽ പോകുന്നതും മറ്റ് സ്ഥലങ്ങളിൽ പോകുന്നതും മറ്റ് ഡിവോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നതും ഭക്തി ഉണ്ടെങ്കിലും കൂടിയിട്ട് അൾട്ടിമേറ്റ്ലി നമുക്ക് എവിടെയോ ഒളിഞ്ഞു കിടക്കുന്ന ഇച്ഛകളുണ്ട്, ഭൗതിക ഇച്ഛകളുണ്ട്, അല്ലേ? ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? എത്ര തന്നെ പറഞ്ഞാലും ഡിവോഷൻ സർവീസാണ്, നമ്മളൊന്നും പ്രതീക്ഷിക്കാണ്ട് ഭഗവാനെ സേവിക്കണം എല്ലാം നമ്മൾ പറയുന്നു, തത്വങ്ങളെല്ലാം പറയുന്നു. പക്ഷെ എങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളില് മെറ്റീരിയൽ ഡിസയർ ഉണ്ട്, ഭൗതിക ഇച്ഛകൾ ഉണ്ട്. അതും കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആരും തെറ്റില്ല. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, കാമ സർവ കാമവ മോക്ഷകാമ അവതാരിതി തീവ്രേണ ഭക്തി യോഗേന യജേതാ പുരുഷൻ. ഓരോ ആഗ്രഹങ്ങളില്ലെങ്കിലും ശരി, എല്ലാ ആഗ്രഹങ്ങളിലെങ്കിലും ശരി, മുക്തിക്കുള്ള ആഗ്രഹങ്ങൾ ശരി, എന്നെ മാത്രം ഭജിക്കാൻ. പക്ഷെ അത് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അത് തെറ്റല്ല, അത് വേദിക് നിയമം അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. പക്ഷെ അത് ശുദ്ധ പ്രേമത്തിലേക്ക് നയിക്കില്ല, കൃഷ്ണപ്രേമത്തിലേക്ക് നയിക്കില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ വ്യാസദേവൻ ആദ്യത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകത്തിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, ധർമ്മ പ്രോജിത കൈതവത്ര എന്നെല്ലാം കൈതവ ധർമ്മങ്ങളാണ്. ചീറ്റിംഗ് റിലീജിയൻ. കാരണം എന്താണ്? എന്തുകൊണ്ടാണ് ചീറ്റിംഗ് റിലീജിയൻ പറയാൻ കാരണം? കാരണം ഈ പ്രോസസ് കൊണ്ട് നമ്മളുടെ ജീവിതത്തിലെ ആ പരമോന്നത സ്റ്റേജിലേക്ക് എത്തില്ല. അതുകൊണ്ടാണ് ചീറ്റിംഗ് റിലീജിയൻ വന്നത്. മറ്റേലൊക്കെ വ്യാസദേവൻ തന്നെ അതിനെ എൻകറേജ് ചെയ്തിട്ടുണ്ട്, ധർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട്. അർത്ഥം, കാമം, മോക്ഷത്തിലേക്ക്. പക്ഷെ അതും കൂടിയും മെറ്റീരിയൽ മോട്ടിവേറ്റഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ്ലി റിജക്റ്റിംഗ് ഓൾ റിലീജിയസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ മെറ്റീരിയലി മോട്ടിവേറ്റഡ്. പൂർണ്ണമായിട്ടും നമ്മളെ ആ ഒരു ഭൗതിക തലത്തിലുള്ള ഇച്ഛകൾ വെടിഞ്ഞ് ഭഗവാനെ മാത്രം ആശ്രയിച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം നമ്മൾ ഭഗവത് സേവനം ചെയ്യുക. ആ തലത്തിലേക്ക് എത്തണം. അതാണ് വ്യാസദേവന്റെ ആഗ്രഹം. ദിസ് ഭാഗവത പുരാണ പ്രൊപ്പോൺസ് ദ ഹയസ്റ്റ് ട്രൂത്ത്. അൾട്ടിമേറ്റ് ട്രൂത്ത് ആണത്, ഹയസ്റ്റ് ട്രൂത്ത് ആണ്, വിച്ച് ഈസ് അണ്ടർസ്റ്റാൻഡബിൾ ബൈ ദോസ് ഡിവോട്ടീസ് ഹു ആർ ഫുള്ളി പ്യുവർ ഇൻ ഹാർട്ട്. ഫുള്ളി പ്യുവർ ഇൻ ഹാർട്ട്. എന്താ പ്യുവർ? നമ്മൾ ഒരു ഗുണത്തിൻ്റെയും അധീനത്തിലാവാൻ പാടില്ല. 3 ഭൗതിക ഗുണത്തിൻ്റെ എന്താണ്? തമോ ഗുണം, രജോ ഗുണം, സത്വഗുണം. ഈവൻ സത്വഗുണത്തിന്റെ അധീനത്തിലാവാൻ പാടില്ല. അതൊന്നും ഉയരണം, ശുദ്ധ സത്വത്തിലേക്ക് പോകണം. ഓക്കെ, അതാണ് ഫുള്ളി പ്യുവർ ഇൻ ഹാർട്ട്. അവർക്ക് മാത്രമേ അതിൻ്റെ ശരിക്കുള്ള ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. ദ ഹയസ്റ്റ് ട്രൂത്ത് ഈസ് റിയാലിറ്റി ഡിസ്റ്റിങ്വിഷ് ഫ്രം ഇല്യൂഷൻ ഫോർ ദ വെൽഫെയർ ഓഫ് ഓൾ. ഇത് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഹയസ്റ്റ് ട്രൂത്ത് ഈസ് റിയാലിറ്റി ഡിസ്റ്റിങ്വിഷ് ഫ്രം ഇല്യൂഷൻ. മറ്റതൊക്കെ ഇല്യൂഷൻ. എന്താണ്? ടെമ്പററി ആണ്. ദാറ്റ് വിച്ച് ഈസ് നോട്ട് പെർമനന്റ്. മായ എന്ന് പറഞ്ഞാൽ ദാറ്റ് വിച്ച് ഈസ് നോട്ട്. എന്താണ് ദാറ്റ് വിച്ച് ഈസ് നോട്ട്? ദാറ്റ് വിച്ച് ഈസ് നോട്ട് പെർമനന്റ്, ദാറ്റ് വിച്ച് ഈസ് ടെമ്പററി. പക്ഷെ ഈ സത്യം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. സച്ച് ട്രൂത്ത് അപ്രൂവ്സ് ദ 3-fold മിസറീസ്. അപ്പൊ ഈ സത്യം നമ്മളുടെ 3 മിസറീസിനെയും, എന്താണ് 3 മിസറീസ്? ആധ്യാത്മിക്, ആദിഭൗതിക്, ആദിദൈവിക്. അല്ലെ? ഈ 3 മിസറീസിനെ അകറ്റും എന്ന് പറഞ്ഞത്. ദിസ് ബ്യൂട്ടിഫുൾ ഭാഗവതം കമ്പൈൽഡ് ബൈ ദ ഗ്രേറ്റ് സേജ് ശ്രീ വ്യാസദേവ ഇസ് സഫീഷ്യന്റ് ഇൻ ഇറ്റ് സെൽഫ് ഫോർ ഗോഡ് റിയലൈസേഷൻ. ഇത് മാത്രം മതി. കാരണം ഇതിലെല്ലാം എസെൻസും ഉണ്ട്, സത്തും ഉണ്ട്. സത്തിന്റെ സത്താണത്. ദിസ് ഈസ് ഇനഫ്, അഡിക്വേറ്റ്. ഇതിന് കൂടുതൽ ആവശ്യമില്ല. മറ്റതൊക്കെ എന്താണ്? ധർമാർത്ഥ കാമ മോക്ഷ എന്നീ കാര്യങ്ങളിൽ കൂടുതൽ ഊന്നി പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതാണ് അൾട്ടിമേറ്റ്ലി സ്പിരിച്വൽ മെച്യൂരിറ്റിയിൽ വ്യാസദേവൻ രചിച്ചിട്ടുള്ള ശ്രീമദ് ഭാഗവതമാണ് നമുക്ക് എല്ലാ സാരത്തിൻ്റെയും സാരം, എല്ലാ സത്തിൻ്റെയും സത്ത് നമുക്ക് തന്നിരിക്കുന്നത്. അത് മതി, ഒരു സ്ക്രിപ്ചർ മതി എന്ന് പറയുന്നത്.
വാട്ട് ഈസ് ദ നീഡ് ഓഫ് എനി അതർ സ്ക്രിപ്ചർ? എന്തിനാണ് മറ്റുള്ള ഗ്രന്ഥങ്ങളെല്ലാം എന്ന് ചോദിക്കുന്നു. വ്യാസദേവൻ തന്നെ പറയുന്നത്, വ്യാസദേവൻ എഴുതിയിരിക്കുന്നത് അല്ലേ? ആസ് സൂൺ ആസ് വൺ അറ്റൻറ്റീവ്ലി ആൻഡ് സബ്മിസീവ്ലി ഹിയേഴ്സ് മെസ്സേജ് ഓഫ് ഭാഗവതം, ബൈ ദിസ് കൾച്ചർ ഓഫ് നോളേജ് ദ സുപ്രീം ലോർഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്തിൻ ഹിസ് ഹാർട്ട്. അപ്പൊ നമ്മുടെ ഹൃദയത്തിലില്ലേ ഭഗവാൻ? നമ്മുടെ ഹൃദയത്തിലെ ആസ് സൂൺ ആസ് one attentively and submissively hears the message of Bhagavatam, by this culture of knowledge the Supreme Lord is established within his heart. Nitya Siddha Krishna Prema Sadhya Kabunai Shravanadi Sudachite Karaya Udaya. അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ ഹൃദയത്തിലെല്ലാം ഈ കൃഷ്ണപ്രേമമുണ്ട്. ഇത് നമ്മൾ വേറെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന ആവശ്യമില്ല. പക്ഷെ അത് ഡോർമെന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇറ്റ് ഈസ് കവേർഡ് വിത്ത് അവർ അനർത്ഥാസ്. അതിനൊന്ന് റീകിൻഡിൽ ചെയ്യണം. അതിന് എന്താണ്? ശുദ്ധചിത്തെ കൃഷ്ണപ്രേമ കരയ ഉദയ. ആ ചിത്തം, നമ്മുടെ മനസ്സ്, നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ എന്താണ്? കാമക്രോധ ലോഭ മോഹ മതം ആശ്ചര്യം ഇതെല്ലാം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കൃഷ്ണപ്രേമം അതിൻ്റെ അടിയിലാണ്, അതിന് പുറത്തു വരാൻ പറ്റുന്നില്ല. അപ്പൊ അതിനെ റീകിൻഡിൽ ചെയ്യണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണം. ശുദ്ധീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ശ്രവണ കീർത്തനം, വിഷ്ണു സ്മരണം, ഈ പ്രോസസ്സ് എടുക്കണം. അതാണ് പറയുന്നത്, as soon as one attentively and submissively hears the message of Bhagavatam, by this culture of knowledge the Supreme Lord is established within his heart. This verse of Srimad Bhagavatam rejects as cheating process all religious activities that aim at achieving materialistic goal, including dharma, artha, kama, and even moksha or liberation. ഇതെല്ലാം മെറ്റീരിയലിസ്റ്റിക് ഗോൾസ് ആണ്. ധർമ്മ, അർത്ഥ, കാമ, ഈവൻ മെറ്റീരിയൽ ലിബറേഷൻ. So according to Sridhara Swami, the material conception of success, moksha or liberation is decided by those in material existence. Devotees, however, not being situated in material existence, have no desire for liberation. അപ്പോൾ ഭൗതിക തലത്തിൽ ഉള്ള ആൾക്കാരുടെ ആ ഒരു ആഗ്രഹമാണ് എന്താണ്? ഈവൻ ലിബറേഷൻ. പക്ഷേ ഡിവോട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈവൻ ലിബറേഷൻ അതിനെ തള്ളിക്കളയുന്നു. കാരണം എന്താണ് പറയുന്നത്? ചൈതന്യ മഹാപ്രഭു പറയുന്ന പോലെ, എനിക്ക് ഭുക്തിയും വേണ്ട, മുക്തിയും വേണ്ട, സിദ്ധിയും വേണ്ട, ഒന്നും വേണ്ട. എന്താണ് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നത്? കൃഷ്ണഭക്ത നിഷ്കാമ അതേവ ശാന്ത ഭുക്തി മുക്തി സിദ്ധി കാമി ഏകല അശാന്ത. അല്ലേ? അതായത് കൃഷ്ണഭക്ത നിഷ്കാമ അതേവ ശാന്ത. എപ്പോഴും കൃഷ്ണഭക്തന്മാര് നിഷ്കാമം, അതായത് സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടൊന്നും ആഗ്രഹിക്കാത്തവർ. ഭുക്തി മുക്തി സിദ്ധി കാമി. ഭുക്തി എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ എൻജോയ്മെന്റ്. പിന്നെ ഭുക്തി മുക്തി ലിബറേഷൻ, സിദ്ധി മിസ്റ്റിക് പവേഴ്സ്. അത് ആഗ്രഹിക്കുന്നവര് എപ്പോഴും അശാന്തരായിരിക്കും. എപ്പോഴും അശാന്തരായിരിക്കും. സകല അശാന്തി എന്ന് പറയുന്നത്. Okay, so according to Sridhara Swami, the material conception of success, moksha or liberation is decided by those in material existence. Devotees, however, not being situated in material existence, have no desire for liberation. അവര് പറയുന്നുണ്ട്, ചൈതന്യ രൂപഗോസ്വാമി പറയുന്നത്, ഭുക്തി മുക്തി ഇത് രണ്ടുപേരും എൻ്റെ വാതിൽക്കല് കയ്യും കൂപ്പി നിൽക്കുകയാണ്. പ്ലീസ് അക്സെപ്റ്റ് മീ, പ്ലീസ് അലൗ ടു എൻറ്റർ മീ, അലൗ മീ ടു എൻറ്റർ യുവർ ഹോം. പക്ഷേ ഡിവോട്ടീസിന് അത് വേണ്ട. സ്റ്റേ ഔട്ട്സൈഡ്, വി ഡോണ്ട് വാണ്ട് യു. ഭുക്തി വേണ്ട, മുക്തി വേണ്ട, സ്റ്റേ ഔട്ട്സൈഡ്, ഐ വാണ്ട് ഭക്തി. അത് എവിടെ ജന്മം എടുത്താലും കുഴപ്പമില്ല. ഐ വാണ്ട് ടു സെർവ് ദ സുപ്രീം ലോർഡ്. ബർത്ത് ആഫ്റ്റർ ബർത്ത്. ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷാക്ഷരത്തിനും ഇതന്നെ പറയുന്നത്. ഐ ഹാവ് നോ ഡിസയർ. അല്ലേ? സോ എ ഡിവോട്ടി ഈസ് ഓൾവേസ് ലിബറേറ്റഡ് in all stages of life because he is always engaged in the 9 items of devotional services, Shravanam, Kirtanam, etc. Sri Chaitanya Mahaprabhu's philosophy holds
ദ ഡിവോഷണൽ സർവീസ് ടു കൃഷ്ണ ഓൾവേസ് എക്സിസ്റ്റ് ഇൻ എവരി വൺസ് ഹാർട്ട് ഉണ്ട്. അപ്പോൾ ചൈതന്യ ഫിലോസഫി സിദ്ധാന്ത പ്രകാരം നമ്മളുടെ ഹൃദയത്തിൽ, നമ്മുടെ മനസ്സിൽ ഡിവോഷണൽ സർവീസ് ടു കൃഷ്ണ ഓൾവേസ് എക്സിസ്റ്റ് ഉണ്ടത്. പക്ഷെ എന്താണ്, ഈ തീപ്പൊരിയെ ചാരം കൊണ്ട് മൂടി അങ്ങനെ ഇരിക്കും അല്ലേ? അതില് തീയുണ്ട്, പക്ഷെ അത് ചാരം കൊണ്ട് മൂടിയിരിക്കും, നമുക്കറിയില്ല അതിൻ്റെ ഉള്ളിൽ. അതേപോലെ ഇപ്പൊ നമ്മുടെ അവസ്ഥ. നമ്മുടെ കൃഷ്ണഭക്തി ഉണ്ട്, ആ ഒരു ഇൻക്ലിനേഷൻ ഉണ്ട്, ആ ഒരു പൊട്ടൻസി ഉണ്ട് അല്ലേ, ആ പ്രൊക്ലിറ്റിവിറ്റി ഉണ്ട്. പക്ഷേ അത് പുറത്തേക്ക് വന്നിട്ടില്ല. അതിന് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ ചിത്തത്തിനെ ശുദ്ധീകരിക്കണം. അതാണ് കൃഷ്ണ always exists in everyone's heart. Service to Krishna. It simply has to be awakened by the process of Shravanam, Kirtanam, Vishnu. Shravanadi Suddha Chitte Karayudaya. Nitya Siddha Krishna Prema Sadhya Kabu Nai Shravanadi Suddha Chitte Karayudaya. Chaitanya Charitamrita. So when a person is actually engaged in devotional service, this eternal relationship with the Lord, the servant-master relationship is awakened. നമ്മൾ ശരിക്കും ആ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ എറ്റേണൽ ആയിട്ടുള്ള, പെർമനന്റ് ആയിട്ടുള്ള, ശാശ്വതമായിട്ടുള്ള ആ ബന്ധം, ഭഗവാനുമായിട്ടുള്ള ബന്ധം റീ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. എന്താണെന്നും സെർവന്റ് മാസ്റ്റർ റിലേഷൻഷിപ്പ്. സെർവന്റ് മാസ്റ്റർ റിലേഷൻഷിപ്പ്, ഭഗവാനും സേവകനും അല്ലെ, ആ ബന്ധം റീഎസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ചൈതന്യ മഹാപ്രഭു ആർക്ക് പറഞ്ഞു കൊടുക്കുന്നു? തത്വവാദികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ഇതാണത്. 262 ഏവം വ്രതസ്വപ്രിയ നാമകൃത്യ ജാഠാനുരാഗോധൃത ചിത്ത ഉച്ചേ ഹസതി അഥോ രോദിതി രൗതി ഗായതി ഉന്മാദവൻ നൃത്യതി ലോകബാഹ്യ. एवं व्रतस्वप्रियनाम कीर्तया जतानुरागो धृतचित्त उच्चै असति अधोरुदिति रौति गायति उन्मत्तवान् नृत्यति लोकबाह्या. When a person is actually advanced and takes pleasure in chanting the holy name of the Lord, who is very dear to him, he is agitated and loudly chants the holy name. He also laughs, cries, becomes agitated and chants just like a madman, not caring for outsiders. അപ്പോ ഒരു അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ഡിവോട്ടിയുടെ ബിഹേവിയർ ഒരു മാഡ്മാനെ പോലെ ആയിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ ആയിരിക്കും. അവര് എക്സ്റ്റേണൽ സിറ്റുവേഷനും ഒരു കണക്കിലെടുക്കില്ല. ചിലപ്പോ ഉറക്കെ അലറും, ചിലക്ക് ശബ്ദം ഉണ്ടാക്കും, ചാൻറ്റ് ചെയ്യും. അപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ഒരാൾ എന്തെങ്കിലും വരുമ്പോൾ, നമ്മളിപ്പോ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ അറിയാത്ത ആൾക്കാരെ നമ്മൾ സംസാരിക്കും, ഒന്ന് നിർത്തില്ലേ? കാരണം വെച്ചാൽ വി ആർ കൺസേൺ അബൌട്ട് ദ എക്സ്റ്റേണൽ സിറ്റുവേഷൻ. പതുക്കെ പറയാ അല്ലെ, അല്ലെങ്കിൽ എന്താണ് അവരെന്താ വിചാരിക്കുക, നമ്മളെ പറ്റി എന്താ വിചാരിക്കുക? ഉടനെ നമുക്ക് എന്താണ് മറ്റുള്ളവരെ. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല, ആരെന്ത് വിചാരിക്കൊന്നുമില്ല, ഉള്ളത് വെട്ടി തുറന്ന് പറയും. ഉത്തമ ഭക്തിയിലുള്ള ആൾക്കാർ അങ്ങനെയാണ്. അപ്പോ ആ ഉത്തമ ഭക്തിയിലുള്ള ആൾക്കാര് അങ്ങനെ അവർക്ക് പ്രചരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് പ്രചാരണം, കാരണം അവർക്ക് എന്താ വെട്ടൊന്ന് തുണ്ട രണ്ട് എന്ന രീതിയിലാണ്. ദേ ആർ ഓപ്പൺ, അവർക്കൊന്നും ഐഡിയ ഇല്ല, അവർക്ക് ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് പ്രചാരം നമ്മൾ അക്കോർഡിംഗ് ടു ടൈം, പ്ലേസ് ആൻഡ് സർക്കംസ്റ്റൻസ് ആയിരിക്കണം. അക്കോർഡിംഗ് ടു ടൈം, പ്ലേസ് ആൻഡ് സർക്കംസ്റ്റൻസ് ആയിരിക്കണം. അപ്പൊ എവിടെ എന്ത് പറയണം, കാരണം നമ്മളുടെ ആഗ്രഹം എന്താണ്, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന്. അപ്പൊ നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറിയില്ലെങ്കിൽ ചിലപ്പോൾ ചില ഡിപ്ലോമസി ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. വേണ്ടേ? നമുക്ക് ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല. എസ്പെഷ്യലി ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് അപസിദ്ധാന്തങ്ങൾ നടക്കുന്ന ഒരു സമയത്ത് അതന്നെയാണ് ശരിക്കുള്ള സിദ്ധാന്തം എന്ന് മനസ്സിലാക്കി വെച്ച കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരോടൊക്കെ ഡീൽ ചെയ്യണമെങ്കിൽ വളരെ ആലോചിച്ചിട്ട് ഡിപ്ലോമാറ്റിക് വേലിന് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ.
വെട്ടി തുറന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ശുദ്ധഭക്തന്മാരും, അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നമ്മുടെ സീനിയർ ഡിവോട്ടീസും പറഞ്ഞിട്ടുണ്ട്, പ്രഭുപാദയ്ക്ക് ഉത്തമ അധികാരിയാണെങ്കിലും കൂടിയിട്ട് ആ ലെവലിന് മധ്യമ അധികാരി ലെവലിലേക്ക് ഇറങ്ങി വന്നിട്ടാണ് പ്രീച്ചിങ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രിമിനേഷൻ ആവശ്യമാണ്. ദേശകാല പാത്രം അനുസരിച്ചിട്ട് നമ്മൾ ചില സമയത്ത് അതിനെ മെൻഡ് ചെയ്യേണ്ട അടുത്ത് മെൻഡ് ചെയ്യണം, ബെൻഡ് ചെയ്യേണ്ട അടുത്ത് ബെൻഡ് ചെയ്യണം, ഒക്കെ ചെയ്യണം അല്ലേ? അങ്ങനെയാണ് പ്രീച്ച് ചെയ്യാൻ. പക്ഷെ ഇവിടെ പറയുന്ന ഒരു ശുദ്ധഭക്തൻ, when a person is actually advanced and takes pleasure in chanting the holy name of the Lord, who is very dear to him, is agitated and loudly chants the holy name. ചില ജയപതാക സ്വാമി നമ്മുടെ ഗുരുമഹാരാജന്റെ പറ്റിയിട്ട് മറ്റുള്ള ഡിവോട്ടീസ് കംപ്ലൈന്റ് ചെന്ന് പറഞ്ഞു, ചില പ്രഭാത ഇനിഷ്യൽ ഡേയ്സിൽ, പ്രഭാത് ദിസ് ജയപതാക ഈസ് ചാനിങ് വെരി ലൗഡ്ലി, നമുക്ക് നമ്മുടെ ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഒന്ന് പതുക്കെ ചാൻഡ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പൊ ജയപതാക സ്വാമി വിളിച്ചു പ്രഭാത്, ജയപതാക, why you are chanting so loudly? If at all you want to chant loudly, go to the garden and chant loudly. Don't disturb others. അപ്പോ എന്നിട്ട് ഗുരുമഹാരാജിന് അങ്ങനെ ലൗഡ്ലി ചാൻ ഉണ്ടെങ്കിൽ ഹി ഗോസ് ടു ഗാർഡൻ അതർ പ്ലേസസ്, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് വളരെ ലൗഡ്ലി ചാൻഡ് ചെയ്യും. അപ്പൊ എങ്ങനെ ഈ ശുദ്ധഭക്തന്മാർ ഈസ് അജിറ്റേറ്റഡ് ലൗഡ്ലി ചാൻസ് ദ ഹോളി നെയിംസ്. He also laughs, cries, becomes agitated and chants just like a madman, not caring for outsiders. This verse is a quotation from Srimad Bhagavatam 11.2.40. कर्म निंदा कर्म त्यागा सर्व शास्त्र का है, कर्म है ते प्रेमा भक्ति कृष्ण का भुना है. कर्म निंदा कर्म त्यागा सर्वशास्त्र का है, कर्म है ते प्रेम भक्ति कृष्ण का भुना है. എന്നാണ് പറയുന്നത്, in every revealed scripture there is condemnation of fruitive activities. It is advised everywhere to give up engagement in fruitive activities, for no one can attain the highest goal of life, love of God, by executing them. എല്ലാ ഗ്രന്ഥങ്ങളും എന്താണ് പറയുന്നത്, അതായത് കർമ്മനിന്ദ കർമ്മത്യാഗ അതിനെ കണ്ടം ചെയ്യുന്നു. കർമ്മം അതായത് ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസിനെ കണ്ടം ചെയ്യുന്നു, അത് ത്യജിക്കാനാ പറയുന്നത്. ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നത് എന്താണ്, അത് തന്നെയാണ് പറയുന്നത്, കർമ്മണ്യേവാധികാരസ്ഥേ മാവരേഷു കഥാചനം, അല്ലെ? കർമ്മം ചെയ്യാനുള്ള അധികാരം നിൽക്കുന്നുണ്ട്, പക്ഷെ അതിന്റെ ഫലം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലല്ല, നിങ്ങളുടെ കൺട്രോളില്ല. അത് വരുമ്പോൾ നിങ്ങൾ ഇതാക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ കർമ്മം ചെയ്യാൻ പാടില്ല. അപ്പോൾ കർമ്മയോഗ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്, വർക്ക് വിത്ത് അറ്റാച്ച്മെന്റ് ഓഫ് ഫ്രൂട്ടീവ് റിസൾട്ട്സ്, അതാണ് കർമ്മയോഗ. ഓക്കെ, അത് തെറ്റല്ല, പാപമല്ല. ഓക്കെ, ഇറ്റ് ഈസ് ദർ ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ്. ബട്ട് എല്ലാം അതിനെ തള്ളി പറയുന്നുണ്ടായിരുന്നു, എല്ലാ ഗ്രന്ഥങ്ങളും. ചെയ്യാൻ നമുക്ക് അലൗഡാണ്, വി ആർ അലൗഡ് ടു ഡു ദാറ്റ്. ബട്ട് അതേ സ്ക്രിപ്ചറിൽ തന്നെ അതിനെ ഖണ്ഡിക്കുകയും ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പാടില്ല, കണ്ടം ചെയ്യുന്നു. അപ്പോൾ കർമ്മ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് മീൻസ് കർമ്മ വിത്ത് അറ്റാച്ച്മെന്റ് ടു ദ ഫ്രൂട്ട്സ്, അല്ലേ? നിഷ്കാമ കർമ്മ, വർക്ക് വിത്ത് ഡിറ്റാച്ച്മെന്റ് ടു ദ ഫ്രൂട്ട്സ്, വർക്ക് വിത്ത് ഡിറ്റാച്ച്മെന്റ് ടു ദ ഫ്രൂട്ട്സ്, അല്ലേ? പിന്നെ ജ്ഞാനമാർഗം, അത് ഫിലോസഫിക്കൽ സ്പെക്കുലേഷൻ സ്റ്റഡീസ്, അതിൽ അപ്പൊ മെറ്റീരിയൽ ആക്ടിവിറ്റീസിന് വിട്ടു നിൽക്കുന്നതാണത്. അതേപോലെ ധ്യാനം തന്നെ, ഭഗവാനെ ധ്യാനിച്ച് മറ്റുള്ള ഭൗതിക തലത്തിലുള്ള ഒരു കാര്യത്തിലും ഏർപ്പെടാതെ ഭഗവാനെ മാത്രം ധ്യാനിച്ച് ഇരിക്കുന്ന ഒരവസ്ഥ, അത് ധ്യാനം. പക്ഷെ അതിലെന്താണ് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പല ആൾക്കാരും അങ്ങനെ തുടങ്ങിയാലും കൂടിയിട്ട് മിസ്റ്റിക് പവർ കിട്ടും, സിദ്ധികൾ കിട്ടും. ആ സിദ്ധിക്ക് വേണ്ടിയിട്ട് പിന്നെ അവർ ധ്യാനം ചെയ്യാൻ തുടങ്ങും. അപ്പൊ അതിലും കലർപ്പുണ്ടാവും. ഭഗവാനെ പൂർണ്ണമായിട്ടും പ്രാപിക്കാനല്ല, സിദ്ധിക്ക് വേണ്ടിയിട്ട് പല അഷ്ടസിദ്ധികൾ പറയുന്നുണ്ട്. ഇതെല്ലാം മെറ്റീരിയലാണ്. അനിമ, മഹിമ, പ്രാപ്തി, അങ്ങനെ പല
അഷ്ടസിദ്ധികൾ. അത് കിട്ടുമ്പോൾ ഞാൻ എന്തൊക്കെയാണ്, ഞാൻ മറ്റുള്ളവരെങ്കിലും സൂപ്പർ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും, അതിനു വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു. പക്ഷേ ഭക്തി അതിലെല്ലാറ്റിലും മീതെയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ വർക്ക് വിത്ത് ഡിവോഷൻ. മറ്റേത് വർക്ക് വിത്ത് അറ്റാച്ച്മെന്റ്, വർക്ക് വിത്ത് ഡിറ്റാച്ച്മെന്റ്, ആൻഡ് ഭക്തി മീൻസ് വർക്ക് വിത്ത് ഡിവോഷൻ. ഒന്നും നമ്മൾ ത്യജിക്കുന്നില്ല, എല്ലാം നമ്മൾ സാധാരണ ആൾക്കാരെ പോലെ ജീവിക്കുന്നു. പക്ഷെ ഇതെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്നു. ആ ഒരു വ്യത്യാസമുള്ളൂ. വർക്ക് വിത്ത് അറ്റാച്ച്മെന്റ്, വർക്ക് വിത്ത് ഡിറ്റാച്ച്മെന്റ്, വർക്ക് വിത്ത് ഡിവോഷൻ. അപ്പോൾ ഭക്തി മീൻസ് വർക്ക് വിത്ത് ഡിവോഷൻ. ഇവിടെ പറയുന്നത് ഇറ്റ് ഈസ് അഡ്വൈസ് എവ്രിവെയർ ടു ഗിവ് അപ്പ് എൻഗേജ്മെന്റ് ഇൻ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്. കാരണം നമ്മളുടെ പരമ ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മളത് വിടണം. അപ്പോൾ അങ്ങനെ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നമ്മളെ ഉപരിലോകത്തിലേക്ക്, ഈ ഭൗതിക ലോകത്തിന് ഉപരിലോകത്തിലേക്ക്, സ്വർഗലോകത്തിലേക്കും അവിടേക്ക് എല്ലാവർക്കും നമ്മൾ എത്തിപ്പെടും. പിന്നെ അതിൻ്റെ ആ പുണ്യം കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരേണ്ടി വരും. അങ്ങനെ ഈ ജനന മരണ ചക്രത്തിലൂടെ ഈ ബ്രഹ്മാണ്ടങ്ങളിൽ തന്നെ നമുക്ക് വന്നും പോയി കൊണ്ടിരിക്കേണ്ടി വരും. ഫോർ നോ വൺ കൻ അറ്റൈൻ ഹൈസ്റ്റ് ഗോൾ ഓഫ് ലൈഫ്. അപ്പൊ ഈ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് കർമ്മകാണ്ഡത്തിലൂടെ, കർമ്മയോഗത്തിലൂടെ നമുക്ക് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ലൈഫിൽ എത്താൻ പറ്റില്ല. അപ്പോൾ ആ കർമ്മയോഗം ആണ് സ്റ്റാർട്ടിങ്. കർമ്മയോഗം, ജ്ഞാനയോഗം, ധ്യാനയോഗം, ഭക്തിയോഗം. അപ്പൊ അതിൽ ഭക്തിയോഗമാണ് വർക്ക് വിത്ത് ഡിവോഷൻ. അപ്പൊ കർമ്മയോഗത്തിൻ്റെയും താഴെയാണ് എന്താണ്, കർമ്മകാണ്ഡികൾ പറഞ്ഞാൽ അവിടെ ഡിവോഷൻ ഒത്തുമില്ല, എല്ലാം എനിക്ക് വേണം. ഞാൻ ചെയ്യുന്നതിന്റെ 100% ഞാൻ തന്നെ എൻജോയ് ചെയ്യണം. അവിടെ ഒന്നും, മറ്റേത് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ കുറച്ചെങ്കിലും ഭഗവാന് കൊടുക്കുന്നുണ്ട്. നല്ല കാര്യങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 100 രൂപ കിട്ടിയാൽ ഒരു 10 രൂപ ഭഗവാന്റെ ഉണ്ടിയില് ഭക്തി സേവനത്തിന് കുറച്ച് ആൾക്കാർക്ക് എന്തിനും സഹായിക്കുക. അവിടെ ഒരു ഗിവിങ് മെന്റാലിറ്റി ഉണ്ട്. കർമ്മകാണ്ഡീസ് പറയുന്നവര് യോഗമില്ല, അവിടെ കർമ്മയോഗമില്ല, ഭഗവാനായിട്ടുള്ള ഒരു ലിങ്കിങ് ഇല്ല. അത് എൻ്റെ ആസ്വാദനത്തിന് മാത്രം. അതാണ് കർമ്മകാണ്ഡം. ഇവിടെ ഹയസ്റ്റ് ഗോൾ ഓഫ് ലൈഫിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താവണം, ഇതെല്ലാം ഈ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ഉയരണം. ദാറ്റ്സ് ഹയസ്റ്റ് ഗോൾ ഓഫ് ലൈഫ്, ലവ് ഓഫ് ഗോഡ് ബൈ എക്സിക്യൂട്ടിംഗ് ദം. So in the Vedas there are 3 kandas or divisions: karma kanda, jnana kanda, and upasana kanda. Karma kanda, jnana kanda, and upasana kanda. Upasana kanda churgathile bhakti. The karma kanda portion stresses the execution of fruitive activities, but ultimately it is advised that one abandon both karma kanda and jnana kanda. Jnana kanda നമ്മൾ ത്യജിക്കണം. കാരണം അത് സ്പെക്കുലേറ്റീവ് നോളജ്, എവിടെ എത്തില്ല. നൈത്തി അതുമല്ല ഇതുമല്ല അങ്ങനെ തന്നെ പോകും, എവിടെ എത്തില്ല, സ്പെക്കുലേഷൻ ആണ്. അപ്പോൾ ഓരോ മുനികളുടെയും ഓരോ ഋഷിമാരുടെയും അഭിപ്രായം, തത്വങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അവരുടെ ആ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ട് അവർ ഇതാണ് ശരിക്കുള്ള വഴികൾ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് പല പ്രൊഫസേഴ്സിന് കിട്ടിയത്, സ്പിരിച്വൽ പ്രൊഫസേഴ്സ് അല്ലേ, ലൈക്ക് ജൈമിനി, പിന്നെ കപില, കനഡ, അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ഫിലോസഫീസ്, തത്വങ്ങൾ പറഞ്ഞു തരുന്ന കുറെ 6 ഷഡ്ദർശനങ്ങൾ അല്ലേ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും അൾട്ടിമേറ്റ് അല്ല. കാരണം ഈ കർമ്മമീമാംസ യോഗ, അതായത് ലോജിക്, കർമ്മമീമാംസ യോഗ, പിന്നെ സാഖ്യയോഗ, അങ്ങനെ തന്നെ പല പല ഡിഫറെന്റ് ഫിലോസഫീസ്, തത്വസിദ്ധാന്തങ്ങൾ നമുക്ക് തന്ന ആൾക്കാരാണ് ഇവരെല്ലാം ഹൈലി എലിവേറ്റഡ് പേഴ്സണാലിറ്റീസ് ആണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവരൊന്നും ദ ഹയസ്റ്റ് ഗോൾ ഓഫ് ലൈഫ് നമുക്ക് തന്നിട്ടില്ല. അതാണ് ജ്ഞാനകാന്ഡം, കർമ്മകാണ്ഡമൊക്കെ ത്യജിക്കാൻ വേണ്ടി പറയുന്നത്. അബാൻഡൻ ബോത്ത് കർമ്മകാണ്ഡ ആൻഡ് ജ്ഞാനകാണ്ഡ, സ്പെക്കുലേറ്റീവ് നോളേജ്, ആൻഡ് അക്സെപ്റ്റ് ഓൺലി ഉപാസന കാണ്ഡ ഓർ ഭക്തി കാണ്ഡ. ഉപാസന. അപ്പോൾ ഈവൻ നമ്മുടെ വേദങ്ങളെ എങ്ങനെയാണ് അത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇതാണ്: കർമ്മകാണ്ഡ, ജ്ഞാനകാണ്ഡ, ഉപാസന. 86% കർമ്മകാണ്ഡത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് വേദങ്ങളിൽ. നമ്മുടെ ടോട്ടൽ വേദിക് ലിറ്ററേച്ചർ എടുത്താൽ 86%
എന്തിനെ പറ്റിയിട്ടാണ്? കർമ്മകാണ്ഡം. എന്താണ് കർമ്മകാണ്ഡം? ധർമാർത്ഥ കാമ മോക്ഷം. 10% എന്താണ്? 10% ആണ് ജ്ഞാനകാണ്ഡം, 4% ആണ് ഉപാസന. അതോ 10% ഉപാസന കാണ്ഡ, 4% ജ്ഞാനകാണ്ഡം, സംതിങ് ലൈക്ക് ദാറ്റ്. ഐ ഡോണ്ട് റിമെമ്പർ എക്സാക്ട്ലി. ഓക്കെ, 86% ജ്ഞാനകാണ്ഡം, പിന്നെ 10% ഉപാസന കാണ്ഡ, 4% ജ്ഞാനകാണ്ഡം, അങ്ങനെ എന്തോ ആണ്. അപ്പൊ വളരെ ഒരു ചുരുങ്ങിയ കുറച്ചേ ഉള്ളൂ ഉപാസന കാണ്ഡ, അതായത് ഭക്തിമാർഗം. So, but by dedicating one's karma or fruitive activities to the Supreme Lord, one may be relieved from the polluted mind and becoming free from mental pollution helps elevate one to the spiritual platform. അപ്പൊ നമ്മളുടെ കർമ്മത്തിന് എന്ത് ചെയ്യണം? ഡൗട്ടേൽ ചെയ്യണം. ഡൗട്ടേൽ ഫോർ ദ പ്ലഷർ ഓഫ് ദ സുപ്രീം ലോർഡ്. നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുമ്പോൾ അതെന്തായി? ഭക്തിയായി മാറി. ഒരേ ആക്ടിവിറ്റി, ഒരേ കർമ്മം നമ്മളുടെ തൃപ്തിക്ക് ചെയ്യുന്നു, അത് ഭഗവാന്റെ തൃപ്തിക്ക് ചെയ്യുന്ന ഒരു ഷിഫ്റ്റ്, അത്രേ വേണ്ടു. അതേ ആക്ടിവിറ്റിയും ചെയ്യാം, ആക്ടിവിറ്റിയിൽ യാതൊരു വ്യത്യാസമില്ല. നമ്മുടെ ഭോഗ പ്രിപ്പയർ ചെയ്യുന്നു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്, അതേ ഭോഗ ഭഗവാന് അർപ്പിച്ച് നമ്മൾ കഴിക്കുന്നു. സെയിം ആക്ടിവിറ്റി. അപ്പൊ ഒന്ന് കർമ്മം, ഒന്ന് ഭക്തി, ഇത്രേ ഉള്ളൂ. So, but by dedicating one's karma or fruitive activities to the Supreme Lord, one may be relieved from the polluted mind and becoming free from mental pollution helps elevate one to the spiritual platform. ആത്മീയ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടി അത് ശ്രമിക്കുന്നു, അല്ലെ? സെയിം കർമ്മത്തിനെ നമ്മൾ ഭക്തിയിലേക്ക് മാറ്റണം, ട്രാൻസ്ഫോം ചെയ്യണം. Then, however, one needs the association of pure devotee. അതിനു വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ സ്വന്തം കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. അതിന് മറ്റുള്ളവരുടെ സഹായമാണ്, ശുദ്ധ ഭക്തന്മാരുടെ സഹായമാണ്. സ്വന്തം കഴിവില് കാരണം നമ്മൾ എന്തായാലും സ്പെക്കുലേറ്റ് ചെയ്യും, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ. നമ്മുടെ മനസ്സ് പറയുന്ന അനുസരിച്ച്. പക്ഷേ ശാസ്ത്രം എന്ത് പറയുന്നു, ഗുരു എന്ത് പറയുന്നു, സാധു ശാസ്ത്രം എന്ത് പറയുന്നു, അത് പ്രകാരം നമ്മൾ ജീവിച്ചാൽ മാത്രമേ നമ്മൾ അവിടെ എത്തൂ. അതിന് നമുക്ക് അസോസിയേഷൻ ഓഫ് പ്യൂർ ഡിവോട്ടി വേണം. For only by a pure devotee's association can one become a pure devotee of the Supreme Personality of God, Krishna. അപ്പോൾ ഒരു ശുദ്ധഭക്തന്റെ ആ സത്സംഗത്തിൽ മാത്രമേ നമ്മൾ ഒരു ശുദ്ധഭക്തനായിട്ട് തീരാൻ പറ്റുള്ളൂ. When one comes to the stage of pure devotional service, the process of Shravanam Kirtanam is very essential. അല്ലേ? അപ്പൊ നമുക്കറിയാം, ആദോ ശ്രദ്ധ തഥാ സാധുസംഗ ഭജനക്രിയ. ഭജനക്രിയ എങ്ങനെ നടക്കുന്നത്? സാധുസംഘത്തിന് ശേഷം ഭജനക്രിയ. അപ്പൊ സാധുസംഘം വേണം, ആദ്യം ശ്രദ്ധ വേണം, പിന്നെ സാധുസംഘ, പിന്നെ ഭജനക്രിയ. അതന്നെ ഇവിടെയും പറയുന്നത്. When one comes to the stage of pure devotional service, the process of Shravanam Kirtanam is very essential. By executing the 9 items of devotional service, beginning with Shravanam Kirtanam, one is completely purified. Anyavilashida Shunyam, Jnana Karmadi Anavridam, ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തി വൃത്തമ. അന്യ അഭിലാഷ ശൂന്യം. ഒരു അഭിലാഷം പാടില്ല, ഭൗതിക തലത്തിലുള്ള ഒരു അഭിലാഷം പാടില്ല. എന്താണ് അതിന് ഉദാഹരണം പറഞ്ഞിരുന്നത്? ജ്ഞാന കർമ്മ ആദി അനാവൃതം എന്നുള്ള ജ്ഞാനം ആർജിക്കാനുള്ളത്, കർമ്മം ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ് ചെയ്തിട്ടുള്ള ആ ഒരു ആഗ്രഹം, ആദി എറ്റ്സെട്ര. അങ്ങനെ ഭൗതിക തലത്തിലുള്ള ഒരു ആഗ്രഹം പാടില്ല. ഭഗവാനെ പ്രീതിപ്പെടുത്താനുള്ള ഒരു ആഗ്രഹം മാത്രമേ പാടുള്ളൂ. സ്പിരിച്വൽ ഡിസൈർസ് മാത്രമേ പാടുള്ളൂ. ജ്ഞാന കർമാദി അനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തി ഉത്തമ. എന്താണ് ഉത്തമ ഭക്തി എന്ന് രൂപ ഗോസ്വാമി പറയുന്നതാണത് ഭക്തി രസാമൃത സിന്ധുവില്. അന്യ അഭിലാഷങ്ങളൊന്നും പാടില്ല. എന്താണ് അഭിലാഷങ്ങൾ? അതിന് ഉദാഹരണം പറയുന്നത് ജ്ഞാനം, കർമ്മം, ധ്യാനം, അങ്ങനെയുള്ള ഒരു അഭിലാഷങ്ങളും പാടില്ല. ധർമാർത്ഥ കാമമോക്ഷം ഇതൊന്നും പാടില്ല. എന്താണ് പിന്നെ പാടുള്ളൂ? ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. ഭഗവാൻ കൃഷ്ണനെ അനുകൂലമായിട്ട്, അതായത് കൃഷ്ണപ്രേമം കിട്ടാൻ അനുകൂലമായിട്ടുള്ളത് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ. അതാണ്
ഉത്തമ ഭക്തി എന്ന് പറയുന്നത്. One is completely purified. Okay. So only then is one able to execute Krishna's orders in the Bhagavad Gita 18.65 and 66. അർജുനോട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? മന്മനാഭവ മദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു മാം ഏവസ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസി മേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. Always think of me, become my devotee, worship me and offer your homage unto me. ഈ 4 ഇൻസ്ട്രക്ഷൻസ് ആണ് ഭഗവാൻ അർജുനോട് പറഞ്ഞത്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് എല്ലാ കർമ്മകാണ്ഡും ജ്ഞാനകാണ്ഡും ധ്യാനകാണ്ഡും എല്ലാ ഡിഫറെന്റ് മെത്തേഡ്സും പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണ് പറയുന്നത്? ഇതെല്ലാം അബാൻഡൻ ചെയ്യാൻ. എന്നിട്ട് ഈ 4 ഇൻസ്ട്രക്ഷൻ മാത്രം ഫോളോ ചെയ്താൽ മതി. അതാണ് ബിക്കം മൈ ഡിവോട്ടി, എൻ്റെ ഭക്തനാവാൻ. എന്താണ് പ്രത്യേകിച്ച് പറയാൻ കാരണം? എൻ്റെ ഭക്തൻ എന്നുവെച്ചാൽ ഭക്തിയുടെ പേരിൽ സാധാരണ ജനങ്ങളെ പല ആൾക്കാരുടെയും ഡിവോട്ടി ആവുന്നുണ്ട്. അതെല്ലാം ഭക്തി ആണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട്. ഭക്തി ഭജതേ അത് ഭഗവാൻ കൃഷ്ണന് മാത്രം, വിഷ്ണുവിന് മാത്രമാണ്. വേറെ ആർക്കും ഭക്തിയല്ല. അവരെ നമ്മൾ അവരുടെ ആ ഒരു പൊസിഷൻ, പദവി അനുസരിച്ച് നമ്മൾ അഡോർ ചെയ്യണം, അപ്രീഷിയേറ്റ് ചെയ്യണം, നമ്മൾ മാനിക്കണം എന്നാണ്. ഭക്തി എന്നുള്ള വാക്ക്, ഭജത എന്നുള്ള വാക്ക് ഭഗവാൻ വിഷ്ണു തത്വത്തിന് മാത്രമേ ഉള്ളൂ, ഭഗവാൻ കൃഷ്ണന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഓൾവേസ് തിങ്ക് ഓഫ് മീ, എന്നെ മാത്രം. ബാക്കിയെല്ലാവരും അത് ഭഗവാൻ തന്നെ പറയണ്ടേ, നിങ്ങൾ ആരെയാണോ സ്മരിക്കുന്ന, ആരെയാണോ പൂജിക്കുന്ന അവിടെ എത്തുമെന്ന് പറയുന്നുണ്ട് ഭഗവത്ഗീതയിൽ അല്ലേ. അപ്പൊ മന്മന, എന്നെ എപ്പോഴും സ്മരിക്കുക. ഭാവ് മത് ഭക്തോ, എൻ്റെ ഭക്തനാവുക. മധ്യാജി, എന്നെ ആരാധിക്കുക. നമസ്കുരു, എന്നെ പ്രണമിക്കുക. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ മതി എന്നാണ്. ദസ് യു വിൽ അറ്റൈൻ, യു വിൽ കം ടു മീ വിതൗട്ട് ഫെയിൽ. ഒരു സംശയമില്ല. ഈ 4 നമ്മൾ വളരെ സിൻസിയറായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ പറ്റും. ഐ പ്രോമിസ് യു ദിസ് ബിക്കോസ് യു ആർ മൈ വെരി ഡിയർ ഫ്രണ്ട്. എൻ്റെ ഉത്തമ സുഹൃത്താണ്, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. എല്ലാവർക്കും ഈ കോൺഫിഡൻഷ്യൽ മെസ്സേജ് കൊടുക്കില്ല, കാരണം അവർക്കത് ദഹിക്കില്ല അല്ലേ. വളരെ സീക്രട്ട് ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഫ്രണ്ട്സിനൂടെ പറഞ്ഞു കൊടുക്കുള്ളൂ. മറ്റതൊക്കെ ജനറിക് ആയിട്ടുള്ള, ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുള്ളൂ. ഭഗവാൻ എന്തുകൊണ്ടാണ് അർജുനോട് ഇങ്ങനെ പറയുന്നത്? കാരണം വെച്ചാൽ അർജുനും ഭഗവാനും സഖ്യഭാവത്തിലാണ്, അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഒരു ജനറൽ, ഈവൻ ചൈതന്യ മഹാപ്രഭു ജനറൽ പബ്ലിക്കിന് എന്താ പറഞ്ഞു കൊടുത്തത്? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ജപിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ തൻ്റെ പാർഷദന്മാരുടെ, തൻ്റെ കോൺഫിഡൻഷ്യൽ ഡിവോട്ടീസിന്റെ കൂടെ ചൈതന്യ മഹാപ്രഭു ഹയർ പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞു കൊടുത്തത്. അത് രാത്രി സമയങ്ങളിൽ. ഓക്കെ, ശ്രീമദ് ഭാഗവത്തിലെ ആ വളരെ ഉയർന്ന തലത്തിലുള്ള സിദ്ധാന്തങ്ങളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്തിരുന്നത്. അത് സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുപോലെ സാധാരണ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാത്ത ആ ഒരു കാര്യമാണ് ഇവിടെ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്. അബാൻഡൻ, പിന്നെ പറയുന്നത് അബാൻഡൻ ഓൾ വെറൈറ്റീസ് ഓഫ് റിലിജിയൻ ആൻഡ് ജസ്റ്റ് സറണ്ടർ ടു മീ. എല്ലാ തരത്തിലുള്ള ധർമ്മ ആചാരങ്ങളും ത്യജിക്കാൻ വേണ്ടി ഭഗവത്ഗീത പറഞ്ഞു കൊടുത്ത് തന്നെ. ഓക്കെ, ഭഗവാന്റെ അവതാരം തന്നെ ധർമ്മ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഭഗവാൻ തന്നെ പറയുന്നത് എല്ലാ ധർമ്മങ്ങളും, എല്ലാ സാമാന്യ ധർമ്മങ്ങളും ത്യജിക്കാൻ പറയുന്നു. ഓക്കെ, അപ്പൊ ഭഗവാൻ കോൺട്രഡിക്ടറി അല്ല ഇവിടെ. ഭഗവാൻ പറയുന്ന കാര്യം തന്നെ ഭഗവാൻ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യാണ്. ഓക്കെ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ഇന്നാണ് ഞാൻ ഓരോ യുഗാന്തരങ്ങളിലും ഞാൻ വരുന്നത് ധർമ്മത്തിന് പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടും ഭക്തരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടും. പക്ഷെ ഇവിടെ പറയുന്നു സർവധർമാൻ പരിത്യജ്യ, എല്ലാ ധർമ്മങ്ങളും ത്യജിക്കാൻ വേണ്ടിയിട്ടുണ്ട്. മാം ഏകം ശരണം വ്രജ, അൾട്ടിമേറ്റ് ഇൻസ്ട്രക്ഷൻ ആണ് അത്. 18ാമത്തെ കൺക്ലൂഡിങ് ചാപ്റ്ററിലാണ് പറയുന്നത്. മാം ഏകം, അത് അവിടെയും വളരെ അടിവരായിട്ട് പറയുന്നു. മാം ഏകം, എന്നെ മാത്രം.
അവിടെയും കാരണം എന്തറിയോ, നമ്മളുടെ സാധാരണ ജനങ്ങള് എല്ലാവരും ശരണം പ്രാപിക്കും. അപ്പൊ അതിനൊരു ക്ലാരിറ്റി വേണ്ടേ, ആരെയാണ് ശരണം പ്രാപിക്കേണ്ടത്, ആരെ ആശ്രയിക്കണം എന്നുള്ളത്, അതിന് ഒരു ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് മാം ഏകം, എന്നെ മാത്രം, കീർത്തനാദ് ഏവ കൃഷ്ണസ്യ. നമ്മൾ പല ആൾക്കാരും കീർത്തനം ചെയ്യുന്നു, ഗ്ലോറിഫൈ ചെയ്യുന്നു, സ്തുതിക്കുന്നു. പക്ഷേ അത് തെറ്റാണ്. കീർത്തനാദ് ആരെ? ഏവ കൃഷ്ണസ്യ, കൃഷ്ണനെ മാത്രം. എന്നാൽ മാത്രമാണ് മുക്തസംഘ പരം വ്രജേത്, അതിനെവിടെയും പറയുന്നത്. അപ്പൊ ഭഗവാൻ ആക്ച്വലി കോൺട്രാഡിക്ട് ചെയ്യുന്നില്ല. ഭഗവാൻ ആ ഉയർന്ന തത്വത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുക. സാധാരണ രീതിയിൽ എല്ലാവരും ധർമ്മ അർത്ഥ കാമ മോക്ഷമാണ്, പക്ഷെ അതൊന്നും അല്ല നമ്മളുടെ ജീവിത ലക്ഷ്യം. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഗോള്, ലക്ഷ്യം എന്ന് പറയുന്നത് കൃഷ്ണപ്രേമം ലഭിക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ സാമാന്യ ധർമ്മങ്ങളെല്ലാം വെടിഞ്ഞ് ഈ ശ്രവണ കീർത്തന പ്രോസസ്സിലൂടെ കൃഷ്ണപ്രേമം ആർജിച്ചെടുക്കുക എന്നുള്ളതാണ്. സോ അബാൻഡൻ ഓൾ വെറൈറ്റീസ് ഓഫ് റിലിജൻ ആൻഡ് ജസ്റ്റ് സറണ്ടർ അൺ ടു മീ. വളരെ സ്പെസിഫിക് ആണ്, അൺ ടു മീ ഓൺലി, നോട്ട് അൺ ടു എനി വൺ. അത് പറഞ്ഞില്ലല്ലോ, അൺ ടു മീ ഐ ഷാൽ ഡെലിവർ യു ഫ്രം ഓൾ സിൻഫുൾ റിയാക്ഷൻസ്, ഡു നോട്ട് ഫിയർ മാ സുചഹ. ഞാൻ എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തി തരാം, ഒന്നും കൊണ്ടും പേടിക്കണ്ട. അത് അവരുടെ ഗ്യാരണ്ടിയാണ് ഭഗവാന്റെ. എങ്ങനെ ഗ്യാരണ്ടി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഭഗവാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത്രയും ഗ്യാരണ്ടിയോടുകൂടിയാണ് പറയുന്നത്. ഡു നോട്ട് ഫിയർ. In this way, one develops his original constitutional position of rendering loving service to the Lord. അങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ആ സ്വരൂപത്തിലെത്താൻ പറ്റും. ജീവേര സ്വരൂപമായ കൃഷ്ണേര നിത്യദാസ്, അല്ലെ? നമ്മളുടെ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന്റെ നിത്യദാസൻ. അതാണ് rendering service to the Lord. One cannot be elevated to the highest platform of devoted service ബൈ കർമ്മകാണ്ഡ ഓർ ജ്ഞാനകാണ്ഡ. അതാണ് ജ്ഞാന കർമാദി അനാവൃതം എന്ന് പറഞ്ഞത്. ജ്ഞാനം, കർമ്മം, ആദി എറ്റ്സെട്ര, അനാവൃതം എന്ന് പറഞ്ഞാൽ, ആവൃതം പറഞ്ഞാൽ കവേർഡ്, അനാവൃതം അൺകവേർഡ്. അത് പാടില്ല. പ്യൂർ ഡിവോഷൻ സർവീസ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആൻഡ് അറ്റൈൻഡ് ഓൺലി ത്രൂ ദ അസോസിയേഷൻ ഓഫ് പ്യൂർ ഡിവോട്ടീസ്. ഇപ്പൊ ശുദ്ധഭക്തി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ശുദ്ധഭക്തരുടെ കൂടെ കൂടണം. നമുക്കൊരു മെഡിസിനെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ അറിയുന്ന ആളെ സമീപിക്കണം. അതേപോലെ ശുദ്ധഭക്തി വേണമെങ്കിൽ ശുദ്ധഭക്തി ഉള്ള ആളുടെ അടുത്ത് തന്നെ പോകണം. അല്ലാണ്ട് നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഇഫ് യു വാണ്ട് ശുദ്ധഭക്തി, യു ഷുഡ് അസോസിയേറ്റ് വിത്ത് ശുദ്ധ ഭക്താസ്. In this regard, Srila Bhaktisiddhanta Saraswati Thakura states that there are two types of karma kanda activities, pious and impious. രണ്ട് തരത്തിലുള്ള കർമ്മങ്ങൾ ഉണ്ട്. ഒന്ന് പയസ്, ഒന്ന് ഇമ്പയസ്. എന്താണ് പയസ് എന്ന് പറഞ്ഞാൽ? അത് ഫ്രൂട്ടീവ് റിസൾട്ട് വേണ്ടിയിട്ട്, അത് സത്കർമ്മങ്ങൾ. മറ്റത് ഇമ്പയസ്, ദുഷ്കർമ്മങ്ങൾ. പയസ് ആക്ടിവിറ്റീസ് ആർ certainly better than impious activities. ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ, നിഷിദ്ധാചാരം, അല്ലെ, ഫോർബിഡൻ ആക്ടിവിറ്റീസ്, അതാണ് ഇംപയസ് ആക്ടിവിറ്റി, ദുഷ്കർമ്മങ്ങൾ. അതിനേക്കാളും തീർച്ചയായിട്ടും നല്ലതാണ് പയസ് ആക്ടിവിറ്റീസ്. അത് സത്കർമ്മങ്ങളാണ്. അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ പ്രതിഫലം. ബട്ട് ഈവൻ പയസ് ആക്ടിവിറ്റീസ് കനോട്ട് ബ്രിങ് അബൌട്ട് എക്സ്റ്റാറ്റിക് ലവ് ഓഫ് ഗോഡ്. നമ്മൾ ഇവിടെ പല സപ്താഹ വേദികളിലും ആചാര്യന്മാർ ചില നമുക്ക് കേൾക്കാം, നമ്മൾ സത്കർമ്മങ്ങൾ ചെയ്യണം, സത്കർമ്മങ്ങൾ ചെയ്യണം, സത്കർമ്മങ്ങൾ ചെയ്യണം. ആ സത്കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്പിരിച്വൽ ആക്ടിവിറ്റീസ്, ഈ പയസ് ആക്ടിവിറ്റീസ് അല്ല. അത് ഒരു ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. സത്കർമ്മങ്ങള് അതായത് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കണം. നമ്മളുടെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള പയസ് ആക്ടിവിറ്റി അല്ല. നമ്മൾ അതായത് ഇപ്പൊ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുക, ഒരു ഗിവ് ആൻഡ് ടേക്ക്, അതല്ല. നല്ല കാര്യങ്ങളാണ്. ഒരാൾക്ക് ധനം സഹായിക്കുക, ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക, ഒരാൾക്ക് വസ്ത്രം മേടിച്ചു കൊടുക്കുക, ഒരാൾക്ക്
ഭക്ഷണം എല്ലാം പ്രസാദം കൊടുക്കുക, അതൊക്കെ നല്ല ആക്ടിവിറ്റി. അപ്പം അതിൻ്റെ പിന്നിലുള്ള നമ്മളുടെ ഉദ്ദേശം, നമ്മളുടെ ഇന്റൻഷൻ എന്താണ്, അതനുസരിച്ചിരിക്കും. നമ്മളുടെ ഇന്റൻഷൻ എനിക്ക് പേരും പ്രശസ്തിയും അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാണെന്നുണ്ടെങ്കിൽ അതെന്തായി മെറ്റീരിയൽ പയസ് ആക്ടിവിറ്റീസ് ആണ്. മെറ്റീരിയൽ പയസ് ആക്ടിവിറ്റീസ്. മറ്റേതല്ല, ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന പയസ് ആക്ടിവിറ്റീസിന് എന്താണ്? സ്പിരിച്വൽ ആക്ടിവിറ്റീസ്. അപ്പൊ സത്കർമ്മങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ രീതിയിൽ നമ്മളെല്ലാം തെറ്റിദ്ധരിക്കുന്നത് ആൾക്കാരെ സഹായിക്കണം, പല വിധത്തിലുള്ള സഹായമുണ്ട്. അന്നം കൊണ്ട് സഹായിക്കാം, വീട് ഉണ്ടാക്കി കൊടുക്കാം, ധനം കൊടുക്കാം, ഓക്കെ, പിന്നെ ഫിസിക്കൽ ഹെൽപ്പ് ചെയ്യാം. ഇതെല്ലാം ഓക്കെ, ചെയ്യുന്ന നല്ല കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ പിന്നിലത്തെ ഉദ്ദേശം നമ്മൾ ക്ലാരിഫൈ ചെയ്യണം. എന്താ അത്? നമ്മളുടെ ഭൗതിക ഇച്ഛയ്ക്ക് വേണ്ടിയിട്ടാകരുത്, നേരെ മറിച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടായിരിക്കണം. അപ്പൊ ഇവിടെ മെറ്റീരിയൽ പയസ് ആക്ടിവിറ്റീസ് ആണ് പറയുന്നത്. ഇംപയസ് ആക്ടിവിറ്റീസ് തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്. സോ പയസ് ആക്ടിവിറ്റീസ് certainly better than impious activities. But even pious activities cannot bring about ecstatic love of God, Krishna. അപ്പോൾ അങ്ങനെ മെറ്റീരിയൽ പ്ലാറ്റ്ഫോമിലുള്ള പയസ് ആക്ടിവിറ്റീസ്, സത്കർമ്മങ്ങള് കൃഷ്ണപ്രേമത്തിലേക്ക് നമ്മളെ എത്തിക്കില്ല. പയസ് ആൻഡ് ഇംപയസ് ആക്ടിവിറ്റീസ് ക്യാൻ ബ്രിങ് അബൌട്ട് മെറ്റീരിയൽ ഹാപ്പിനെസ് ആൻഡ് ഡിസ്ട്രെസ്. ഓക്കെ, ആ ഭൗതിക തലത്തിലുള്ള നല്ല കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും നമുക്ക് ഭൗതിക തലത്തിലുള്ള സന്തോഷവും ദുഃഖവും തരും. ബട്ട് ദർ ഈസ് നോ പോസിബിലിറ്റി ഓഫ് വൺസ് ബിക്കമിങ് എ പ്യൂർ ഡിവോട്ടി സിംപ്ലി ബൈ ആക്ടിങ് പയസ്ലി ഓർ ഇംപയസ്ലി. അപ്പോൾ അങ്ങനെ കർമ്മം ചെയ്തിട്ട് നമുക്കൊരു നല്ലൊരു ഭക്തനാവാൻ പറ്റില്ല. ഭക്തി, ഡിവോഷണൽ സർവീസ് മീൻസ് സാറ്റിസ്ഫൈങ് കൃഷ്ണ. ക്ലിയർ? പ്രഭുപാദ ഇസ് ടു ദ പോയിന്റ്. നമ്മൾ അങ്ങനെ ഇങ്ങനെയും വളച്ചൊടിക്കേണ്ട ഒരു കാര്യമില്ല. ഭക്തി, ഡിവോഷണൽ സർവീസ് മീൻസ് സാറ്റിസ്ഫൈങ് കൃഷ്ണ. ഭഗവാൻ കൃഷ്ണനെ തൃപ്തിപ്പെടുത്താനുള്ള എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് ഭക്തി. അതാണ് ഭക്തി. അവർ ഭജതേ ഈസ് നോട്ട് മെന്റ് ഫോർ എനി വൺ എൽസ് ഓർ എനിത്തിങ് എൽസ്. ഇൻ എവറി റിവീൽഡ് സ്ക്രിപ്ചർ, വെദർ സ്ട്രെസ്സിങ് ജ്ഞാനകാണ്ഡ ഓർ കർമ്മകാണ്ഡ, ദ പ്രിൻസിപ്പിൾ ഓഫ് റിനൗൺസിയേഷൻ ഇസ് ഓൾവേസ് പ്രേസ്ഡ്. ത്യാഗം എന്താണ് ത്യജിക്കേണ്ടത്? സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്കുള്ള ആ കർമ്മമാണ് ത്യജിക്കേണ്ടത്. കർമ്മം ത്യജിക്കണം പറഞ്ഞില്ലേ? ഭഗവാനെ പ്രീതിപ്പെടുത്താൻ എല്ലാ കർമ്മം ചെയ്യാം. ഇന്ദ്രിയ തൃപ്തിക്കുള്ള ആ കർമ്മം ത്യജിക്കാനാണ് പറയുന്നത്. ദ റൈപ്പൻ ഫ്രൂട്ട് ഓഫ് വേദിക് നോളജ് ശ്രീമദ് ഭാഗവതം ഈസ് ദ സുപ്രീം വേദിക് എവിഡൻസ്. ഇൻ ശ്രീമദ് ഭാഗവതം 1.5.12 it is said, നൈഷ്കർമ്മ്യം അഭി അച്യുത ഭാവവർജിതം ന ശോഭതേ ജ്ഞാനമ അലം നിരഞ്ജനം കുടപ്പുന ശശ്വത് അഭദ്രമീശ്വരേ ന ചാർപ്പിതം കർമ്മയത് അപി കാരണം. Knowledge of self-realization, even though freed from all material affinity, does not look well if devoid of a conception of the infallible God. അപ്പോൾ ഈ ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ജ്ഞാനം ആർജിക്കാൻ അത് ഭഗവാനെ മറന്നിട്ടാണെങ്കിൽ അത് ഒരു കാര്യമില്ല എന്ന് പറയുന്നത്. വാട്ട് ദെൻ ഈസ് ദ യൂസ് ഓഫ് ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്? അപ്പൊ അതുകൊണ്ട് നമ്മൾ കർമ്മകാണ്ഡത്തിലെ ആ കാര്യങ്ങൾ ചെയ്തിട്ട് എന്താ കാര്യം? വിച്ച് ആർ നാച്ചുറലി പെയിൻഫുൾ ഫ്രം ദ വെരി ബിഗിനിങ് ആൻഡ് ട്രാൻസിയന്റ് ബൈ നേച്ചർ. If they are not utilized for the devotional service of the Lord, this means that even knowledge which is superior to fruitive activity is not successful if it is devoid of devotional service. അപ്പോൾ കർമ്മകാണ്ഡത്തിന്റെ മീതെയാണ് ജ്ഞാനകാണ്ഡം. അത് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ട്, ഭഗവാനെ പ്രാപിക്കാൻ വേണ്ടി അല്ല ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യമില്ല. ഇറ്റ്സ് നോട്ട് സക്സസ്ഫുൾ എന്നാണ്. Therefore, in Srimad Bhagavatam, in the beginning, middle and end, ആദ്യവും മധ്യവും അന്ത്യവും അല്ലെ, കർമ്മകാണ്ഡ ജ്ഞാനകാണ്ഡ ആർ കണ്ടംഡ്. രണ്ടും കണ്ടം ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ശ്രീമദ് ഭാഗവതം 1.1.2 it is said, ധർമ്മ പ്രോജിത കൈതവോത്ര. ആ ചീറ്റിംഗ് റിലിജൻ നമ്മളെ വെടിയണം, നമ്മളെ ത്യജിക്കണം എന്നാണ് പറയുന്നത്. ദിസ് ഈസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദ ഫോളോയിങ് വേഴ്സസ് taken from Srimad Bhagavatam 11.11.32 and the Bhagavad Gita 18.66. എന്താണ് 18.66? സർവധർമാൻ
പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുച. എല്ലാ ധർമ്മങ്ങളും വേണ്ടിയാണ്. പിന്നെ അതിന്റെ തുടക്കമാണ് ശ്രീമദ് ഭാഗവതത്തില് തുടങ്ങുന്നത്. ധർമ്മപ്രോചിതത്ര കേതവോ അല്ലെ. എവിടെ അവസാനിക്കുന്നു ഭഗവത്ഗീത, അവിടെ ശ്രീമദ് ഭാഗവതം തുടങ്ങുന്നു. എവിടെ ഭാഗവതം അവസാനിക്കുന്നു, അവിടെ ചൈതന്യ ചരിതാമൃത. എന്താണ് ഭാഗവതത്തിന്റെ അവസാനത്തെ ശ്ലോകം? ഭവേ ഭവേ യഥാ ഭക്തി അതേ അവസ്ഥ. അവസാനത്തെ ശ്ലോകം എന്താണ്? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം നമാമി. നാമസങ്കീർത്തനം ചരിതാമൃത ചൈതന്യ മഹാപ്രഭു എവിടെ തുടങ്ങുന്നത്? നാമസങ്കീർത്തനം അല്ലേ. ഭഗവത്ഗീത എവിടെ അവസാനിക്കുന്നു, അതുകൊണ്ട് ഭാഗവതം തുടങ്ങുന്നു. എവിടെ ഭാഗവതം അവസാനിക്കുന്നു, അതുകൊണ്ട് ചൈതന്യ ചരിതാമൃത. നാമസങ്കീർത്തനം കലിയുഗത്തിൽ നമുക്ക് വേണ്ട എന്താണ്? നാമസങ്കീർത്തനം. അപ്പൊ ഭഗവാനെ പ്രീതിപ്പെടുത്തുക. നാമം ജപിച്ചിട്ട് സങ്കീർത്തനം ചെയ്തിട്ട്, സങ്കീർത്തന യജ്ഞം. അതില് എന്താണ്? ഡാൻസിങ്, സിംഗിങ്, ഡാൻസിങ് ആൻഡ് ഫീസ്റ്റിംഗ്. ഇത് 3 എലിമെന്റ് ആണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് തന്നിരിക്കുന്നത്. തന്നെ നാമസങ്കീർത്തനം. നാമം ജപിക്കുക, കീർത്തനം ചെയ്യുക, ഡാൻസ് ചെയ്യുക, നൃത്തം, ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല. ഒരു ക്ലബിൽ പോയി ഡാൻസ് ചെയ്യുന്നതും ഒരു ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ഡാൻസ് ചെയ്യുന്നതും ഭഗവാന്റെ പ്രീതി രണ്ടും വ്യത്യാസം. രണ്ടും ഒരേ ആക്ടിവിറ്റി ആയിരിക്കാം. രണ്ടും നൃത്യമാണ്. ഒന്ന് ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലാസിക്കൽ ഡാൻസ്. കുറെ ആൾക്കാരെ വിളിച്ചു വരുത്തി അവര് എന്താ പറയാ ഭരതനാട്യവും മോഹിനിയാട്ടവും കുച്ചിപ്പുടിയും അതൊക്കെ എന്താ, അവര് ആൾക്കാരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല കാര്യം തന്നെ. ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷനോ ഭഗവാന്റെ കാര്യങ്ങളായിരിക്കും കഥ. ഓക്കെ. പക്ഷേ അതിന്റെ ഉദ്ദേശം എന്താണ്? എന്റർടൈൻമെന്റ്, മനോരഞ്ജൻ. അതേ തന്നെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയിലും മറ്റുള്ള സ്ഥലമൊക്കെ പോകുമ്പോൾ അവിടെ നൃത്തം ചെയ്യുന്നു ഭഗവാന്റെ മുമ്പില്, എക്സ്റ്റസിയില്. അത് ആൾക്കാരെ കൂട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സ്വന്തം ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ പണം ശേഖരിക്കാൻ വേണ്ടിയിട്ടോ അല്ല. ഭഗവാനോടുള്ള ആ സ്നേഹം കൊണ്ട് ഓട്ടോമാറ്റിക്കലി എക്സ്റ്റസി സാത്വിക വികാരം വരുന്നു. അങ്ങനെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നൃത്തം ചെയ്യുന്നു, കീർത്തനം ചെയ്യുന്നു. അത് കാണുമ്പോൾ മറ്റുള്ളവർക്കും ഇത് അവരൊരു ഇൻഫെക്ഷനാണ്. മറ്റുള്ളവർക്കും അതേപോലെ വികാരം ഉണ്ടാകുന്നു. അവരും അതന്നെ ചെയ്യുന്നു. അവരെ കണ്ട് മറ്റുള്ള ആൾക്കാരും അതന്നെ ചെയ്യുന്നു. ഇതൊരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. അതായത് ഭഗവാന്റെ ആ കൃപാ കടാക്ഷം കൊണ്ട് ഇത് എല്ലാവരിലേക്കും ഒന്നും പറയാണ്ട് തന്നെ ഇതെത്തുന്നു അല്ലേ. നമുക്ക് പ്രാക്ടീസ് ചെയ്യാനും അതേപോലെ നമുക്കിത് പറഞ്ഞു കൊടുക്കണം എത്ര ബുദ്ധിമുട്ടുണ്ട്. അവിടെ ഒന്നും വായ തുറന്ന് സംസാരിക്കാണ്ട് തന്നെ അത് ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ഇതെല്ലാം പ്രചാരണം നടക്കുന്നു. സ്വന്തം പ്രാക്ടീസ് കൊണ്ട് ഒന്നും പറയുന്നില്ല. അതാണ് വ്യത്യാസം. അപ്പൊ അടുത്ത ക്ലാസ്സിലെ 264. ഹരേ കൃഷ്ണ. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. आनंद कोटि वैष्णवी की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. गो प्रेमानंदे. हरि हरि बोल.